ചെങ്കോട്ട സ്ഫോടന കേസ് NIA ഏറ്റെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തി അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിനിടയിലാണ് ഭീകരാക്രമണ സാധ്യത, ചാവേർ ആക്രമണ സാധ്യത എന്നുള്ള കാര്യത്തിലേക്ക് ഏറെക്കുറെ അടുത്തതോടുകൂടി NIA അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസ് NIA അന്വേഷിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 12 പേരാണ് ചെങ്കോട്ട സ്ഫോടനത്തിൽ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട മരണത്തിന്റെ കണക്ക്. 20 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാജ്യം ഏറ്റവും സുപ്രധാനമായ വലിയ ജാഗ്രത കൈക്കൊള്ളുന്ന ഒരു സമയമാണ്. അതിനിടയിലാണ് സുപ്രധാനമായ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസ് NIA അന്വേഷിക്കും എന്നുള്ളത് നിർണായകമായ ഒരു തീരുമാനം കൈക്കൊള്ളുകയാണ്. രാജ്യത്ത് വിപുലമായ പരിശോധനകളാണ് നടക്കുന്നത്. എല്ലാ ഏജൻസികളുമായും സമ്പർക്കത്തിലാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. സകല മേഖലകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു. എല്ലാ ഏജൻസികളും അത് അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. എവിടെ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് കൃത്യമായ അന്വേഷണത്തിലൂടെ ആരൊക്കെയാണോ ഈ ഗൂഢാലോചനയുടെ പിന്നിലുള്ളത് അവരെ എല്ലാവരെയും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നേരത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. NIA അന്വേഷണം ഏറ്റെടുക്കുന്നതോടുകൂടി ഏറ്റവും ഗൗരവതരമായ അന്വേഷണം രാജ്യത്ത് ഉണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഉമറുമായി ബന്ധപ്പെട്ട കൂടുതൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ സ്ഫോടന സ്ഥലത്ത് നിന്ന് അവിടെ മരണപ്പെട്ട 12 പേരിൽ ഒരാൾ ഈ ചാവേറാണ്. ഒരു കൈ ലഭിച്ചു, ഒരു കൈയുടെ അവശിഷ്ടം ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. DNA പരിശോധനയ്ക്ക് വേണ്ടി ഇത് ശേഖരിച്ചിട്ടുണ്ട്. ഉമറിന്റെ അമ്മയെ അടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ. DNA സാമ്പിൾ ശേഖരിച്ച് ഇത് തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുമെന്ന അടക്കമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. NIA അന്വേഷണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുകയാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, അന്വേഷണം NIAയിലേക്ക്. മധു, അന്വേഷണം NIA ഏറ്റെടുത്തിരിക്കുന്നു. അല്പം മുൻപാണ് ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ഈ കേസ് NIAക്ക് കൈമാറിയത്. ഇനി ഈ കേസിൽ മുഴുവനായിട്ടും അന്വേഷണം അത് NIA ആയിരിക്കും നടത്തുക എന്നുള്ള കാര്യമാണ് എന്തായാലും വ്യക്തമാകുന്നത്. നേരത്തെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിലായിരുന്നു ഇതിന്റെ അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത്. NIA സഹകരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇതിന്റെ പ്രാഥമിക അന്വേഷണം പൂർണ്ണമായിരിക്കുന്നു. അതിനുശേഷമാണ് NIAക്ക് കേസ് കൈമാറിയിരിക്കുന്നത്. അതായത് ഒരു ടെറർ ആംഗിൾ എന്നുള്ള കാര്യം തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ അനുമാനിക്കാനായിട്ട് സാധിക്കും. ഇനി അന്വേഷണം ഏറ്റെടുത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് NIA കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ടക്കം പല ഇടങ്ങളിലും വലിയ തോതിൽ റെയ്ഡുകൾ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ NIA ഉദ്യോഗസ്ഥർ പല സംസ്ഥാനങ്ങളിലും ഈ ഫരീദാബാദിൽ ഫരീദാബാദ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ, ഡോക്ടർമാരുടെ വീടുകളും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയിട്ടുള്ള ആളുകളുമായിട്ടെല്ലാം ഇപ്പോൾ ചോദ്യം ചെയ്യലും റെയ്ഡും ഇവരുടെ വീട് കേന്ദ്രീകരിച്ച് അടക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും NIA കൂടി പൂർണ്ണമായിട്ടും ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ ഇതിൽ ടെറർ ആംഗിൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ് എന്നാണ്. നേരത്തെ ഒരു അനുമാനം അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെടാത്ത ചില റിപ്പോർട്ടുകൾ എന്ന രീതിയിലാണ് സൂചനകളായിട്ടാണ് പറഞ്ഞിരുന്നത് എങ്കിൽ പോലും ഇപ്പോൾ 100% ഇതിൽ ഉറപ്പിച്ചുകൂടി പറയാൻ സാധിക്കുകയാണ്. ഇത് സംഭവിച്ചത് ഒരു ഭീകരാക്രമണം തന്നെയാണ്. അത് എത്രത്തോളം അതിന്റെ വ്യാപ്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി അറിയാനുള്ളത്. NIAയുടെ അന്വേഷണത്തിൽ എന്തായാലും ഫോറൻസിക് സംഘങ്ങളുടെ അടക്കം സാധനങ്ങളടക്കം ഉള്ളവ NIA ഏറ്റെടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. അർജുൻ, തീർച്ചയായിട്ടും ഇതിൽ വലിയ തോതിൽ തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതായത് ഫരീദാബാദിലെ ഒരു ടെറർ മൊഡ്യൂളാണ് കഴിഞ്ഞ ദിവസം ജമ്മു കശ്മീർ പോലീസും അതുപോലെ ഫരീദാബാദ് പോലീസും ചേർന്ന് തകർത്തത്. അതായത് അവിടെയുള്ള ആളുകളെ പിടികൂടുന്നു, വെടിക്കോപ്പുകളും കൂടുതൽ ആയുധങ്ങളും അതുപോലെ സ്ഫോടക വസ്തുക്കളും അടക്കം പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട അടക്കം വിവരങ്ങൾ നേരത്തെ NIAക്ക് കൈമാറിയതാണ്. എന്തായാലും ഫരീദാബാദ് കേസിന്റെ അന്വേഷണം ഇനി NIA ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം. അതിൽ പ്രധാനമായിട്ടും ഫരീദാബാദിലെ ഈ കേസിനെ നേരിട്ട് ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഡൽഹി പോലീസ് അടക്കം നേരത്തെ സംശയിച്ച് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന്റെ കാര്യങ്ങൾ അടക്കം എന്തായാലും NIAക്ക് നേരത്തെ കൈമാറിയിരുന്നു. എന്തായാലും FIR-ൽ അടക്കം ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിച്ചത് ഇതൊരു ബോംബ് സ്ഫോടനമാണ് എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇനി പൂർണ്ണമായിട്ടും ഫരീദാബാദ് കേസുമായി ബന്ധപ്പെടുത്തി തന്നെയായിരിക്കും ഡൽഹി സ്ഫോടന കേസ് അന്വേഷണം അത് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം കൂടി നിലവിൽ NIA അറിയാൻ സാധിക്കുന്നുണ്ട്. ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, വലിയ തോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ഒരേ സമയത്ത് ഫരീദാബാദിലും അതിനോടൊപ്പം ചെങ്കോട്ട പരിസരത്തും ഒരേ സമയം സൂക്ഷിക്കുകയാണ്. ഒരു പാൻ ഇന്ത്യ അറ്റാക്കാണ് ഈ ഗൂഢലക്ഷ്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ നടത്തിയത്. അതായിരുന്നു അവരുടെ ഒറിജിനൽ പ്ലാൻ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഒരേ സമയത്ത് 2 ഇടങ്ങളിൽ സ്ഫോടക വസ്തു ശേഖരം നടത്തിയിട്ടുണ്ടെങ്കിൽ പലയിടങ്ങളിൽ അവർ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സ്ഫോടനത്തിന് അറ്റാക്കിന് പ്ലാൻ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളത് അത് കൂടുതൽ പരിശോധനയ്ക്കുള്ള മുന്നറിയിപ്പാണ്.
കൂടുതൽ പരിശോധനയ്ക്കുള്ള മുന്നറിയിപ്പാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ റെയ്ഡ് നടന്നപ്പോൾ തന്നെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കും, കൂടുതൽ റെയ്ഡുകൾ നടക്കും, കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യത എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും NIAയും അതേ രീതി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. അതായത് കൂടുതൽ അന്വേഷണങ്ങൾ, റെയ്ഡുകൾ ഈ ഫരീദാബാദ് കേസുമായി ബന്ധപ്പെട്ട് അടക്കമുണ്ടാകും. അതും ഇപ്പോൾ ഡൽഹി സ്ഫോടന കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടി കുറച്ചുകൂടി ശക്തമായി, കുറച്ചുകൂടി മറ്റ് സംസ്ഥാനങ്ങൾ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു വലിയ അന്വേഷണവും റെയ്ഡുകളുമാണ് നടക്കാൻ പോകുന്നത്. 350 കിലോ സ്ഫോടക വസ്തുക്കളാണ് കണ്ടെടുത്തത്. 90 കിലോയും അതായത് ഉഗ്രസ്ഫോടന ശേഷിയുള്ള RDX ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള തരത്തിലുള്ള രാസവസ്തുക്കളാണ് പിടിച്ചെടുത്തത്. അപ്പോൾ അതിൻ്റെ അടക്കം വലിയ തോതിൽ ഇതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം അതിനു പുറമെ ഈ കാറിൽ IED ഉണ്ടാകുന്നു, അതും അമോണിയം നൈട്രേറ്റ് ആണെന്നുള്ള കാര്യം സംശയിക്കുന്നു. എന്തായാലും ഫോറൻസിക്കിൻ്റെ ഈ ടെസ്റ്റ് റിസൾട്ട് അടക്കം വരണം. അതിനുശേഷമാണ് ഫരീദാബാദിൽ കണ്ടെടുത്ത സാധനം തന്നെയായിരുന്നു കാറിനകത്തും ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം പറയാനായിട്ട്. ഒപ്പം തന്നെ കൂടുതൽ വാഹനങ്ങളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവ സ്വഭാവം അത്രത്തോളം വർദ്ധിപ്പിക്കുന്നതും. എന്തായാലും NIA കൂടി രംഗപ്രവേശം നടത്തുമ്പോൾ ഇതെല്ലാം പരിശോധിക്കുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം പ്രധാനമന്ത്രി പൂർത്തിയാക്കുന്നുണ്ടായിരുന്നല്ലോ അർജുൻ. ഈ അമോണിയം നൈട്രേറ്റ് ആണ് ഫരീദാബാദിൽ നിന്ന് കണ്ടെത്തിയത്. സമാനമായ സ്ഫോടക വസ്തുവാണോ ഇവിടെ നിന്നും ലഭിച്ചത്, അല്ലെങ്കിൽ ഇവിടെ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? ഇല്ല, അതിൽ ഇതുവരെയും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം ഇന്ന് രാവിലെയൊക്കെയാണ് ഇവിടെ വീണ്ടും ഫോറൻസിക് സംഘം എത്തി പല സാമ്പിളുകളും ശേഖരിച്ച് പോയത്. അതിനുശേഷം ഇതിന്റെ ടെസ്റ്റ് റിസൾട്ട്, അതായത് അതിന്റെ ഫലം വരാൻ വേണ്ടി കാത്തിരിക്കണം എന്നുള്ള കാര്യമായിരുന്നു നമ്മൾ രാവിലെയും ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് പ്രതികരണം തേടിയപ്പോൾ അവർ പറഞ്ഞത്. ആ സാമ്പിളുകൾ അതിന്റെ ഫലം വരാൻ വേണ്ടിയിട്ടുള്ള കാലതാമസം മാത്രമാണ് നിലവിൽ എന്തായാലും ബാക്കിയുള്ളത്. ഇതിനോടൊപ്പം തന്നെ പോലീസ് വ്യക്തമാക്കിയ കാര്യമുണ്ട്. ഫരീദാബാദ് കേസുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തിയാണ് ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ. അവിടെ ആളുകൾ പിടിയിലായപ്പോൾ ആ സമയത്ത് തന്നെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഡൽഹിയിലേക്ക് വരുന്നു. അയാൾക്ക് പുറകെയും പോലീസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ സ്വയം ചാവേറായി ഇത്തരത്തിലൊരു ആക്രമണം പദ്ധതിയിട്ടു. തീർച്ചയായിട്ടും അയാൾ ഈ അമോണിയം നൈട്രേറ്റ് അല്ലെങ്കിൽ അതുപയോഗിച്ച് ഉണ്ടാക്കിയെടുത്ത IED തന്നെ ആയിരിക്കാം ഈ കാറിലും ഈ I-20യിലും ഉണ്ടായിരിക്കുക. അതിന്റെ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും അത് സ്ഥിരീകരിച്ച് നമുക്ക് എന്തായാലും പറയാൻ സാധിക്കുക. ഇത്തരം കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ പോലീസും എന്നെയും അനുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അക്കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പറയുകയും ചെയ്യുന്നത്. അതുകൂടി സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വലിയ തോതിൽ ഇതിന്റെ ഗൗരവ സ്വഭാവം അത് വർദ്ധിക്കുകയാണ്. വലിയ തോതിൽ ഒരു ആക്രമണം പദ്ധതിയിട്ടു. അത് ഡൽഹി കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കില്ല. ഒരുപക്ഷെ 300-ലധികം കിലോ എന്ന് പറയുന്നത് വലിയ തോതിൽ മറ്റ് നഗരങ്ങൾ, മറ്റ് മെട്രോ സിറ്റികളടക്കം ലക്ഷ്യമിട്ട് നടത്താൻ സാധ്യതയുള്ള തരത്തിലാണ് അവർ ഈ ഇത്തരത്തിൽ വെടിക്കോപ്പുകളും അതുപോലെ ഈ സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരുന്നത്. അതെല്ലാം പിടികൂടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമടക്കം തകർന്നു പോയ അല്ലെങ്കിൽ അതിന്റെ നിരാശയിലേക്ക് ആയിരിക്കണം ഒരുപക്ഷെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഡൽഹിയിലേക്ക് എത്തുന്നതും തനിക്ക് പിന്നിൽ പോലീസിനുള്ള കാര്യം മനസ്സിലാക്കുന്നതോടെ സ്വയം ചായറാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിരിക്കും. എന്തായാലും NIA ഇക്കാര്യം അന്വേഷിക്കും. ഇതിന്റെ അടിവേര് നോക്കി എത്തുമെന്നുള്ള കാര്യം തന്നെയാണ്. കൃത്യമായി എല്ലാ വിവരവും ലഭ്യമാവും. അതിനനുസരിച്ച് കൂടുതൽ ആളുകളിലേക്ക് നടപടി എടുക്കുമെന്നുള്ള കാര്യം കൂടിയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.